ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ യൂറോപ്പിലായിരുന്ന സമയത്ത് അവിടെ ന്യൂ ഇയറിൻ്റെ സർവീസിന് വേണ്ടി ദേവാലയത്തിൽ പോവുകയാണ്. ഞാനൊരു കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയാണ്. എൻ്റെ കൂടെ ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, 3 മക്കളുമുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര ഒരു അരമണിക്കൂറോളം ഉണ്ട് പള്ളിയിലേക്ക് ചെല്ലാൻ. പോകുന്ന വഴിക്ക് അവിടുത്തെ ചേട്ടൻ്റെ വീട്ടിലെ നാട്ടിലുള്ള അമ്മയും കുടുംബക്കാരെല്ലാം വിളിച്ച് ഇങ്ങനെ ന്യൂ ഇയറിന് ആശംസകൾ പറഞ്ഞ് പോകാൻ വിഷസ് എല്ലാം പറഞ്ഞിങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് ഒരു പോലീസ് കാർ വന്നിന്ന് അവിടുത്തെ ഭാഷയിൽ ഫോളോ മീ എന്ന് എഴുതി കാണിച്ചു. അങ്ങനെ ഞങ്ങൾ ആ കാറിൻ്റെ പുറകെ പോയി. പോകുന്ന വഴിക്ക് ചേച്ചി ചോദിക്കുന്നുണ്ട്, മക്കളെ സീറ്റ് ബെൽറ്റ് ഇട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളൊരു പാലത്തിനടിയിൽ വന്ന് വണ്ടി നിന്നു. ഞങ്ങളുടെ അടുക്കലേക്ക് പോലീസുകാരൻ വന്നു. ചേച്ചിയോട് പറഞ്ഞു കൈ ഒന്ന് മാറ്റാൻ പറഞ്ഞു. കൈ മാറ്റാൻ പറഞ്ഞപ്പോൾ ആ സീറ്റ് ബെൽറ്റ് തിരിച്ചു പോയി. അപ്പം പോലീസുകാരൻ പറഞ്ഞു അത് കൈ പിടിക്കാനുള്ളതല്ല, ഇടാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് ഒരു കുറേ പൈസ യൂറോ ഇന്ത്യൻ മണി നല്ലൊരു എമൗണ്ട് ഫൈനൊക്കെ അടച്ച് പോകുമ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ ചേച്ചി എല്ലാവരോടും ചോദിച്ചതാണല്ലോ ബെൽറ്റ് ഇട്ടോ ഒന്നും ചേച്ചി ഇട്ടില്ലല്ലോ. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇത് ഞാനുണ്ടോ അറിയുന്നു ഇവരിങ്ങനെ കാണുമെന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അവിടുത്തെ പോലീസുകാർ ഇതിനകത്ത് സീറ്റ് ബെൽറ്റ് കയ്യിലാണ് ഇട്ടിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ തക്ക രീതിയിലുള്ള ക്യാമറ ഉണ്ടല്ലോ, തിരിച്ചറിയുന്നുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ആരും കാണുന്നില്ല, എൻ്റെ ദൈവം ഇത് കാണുന്നില്ല, അല്ലെങ്കിൽ ആളുകൾ കാണുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരു വചനം പറയുകയാണ്, യേശു ബാറാസയുടെ പുസ്തകം 23-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്, മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ, കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നിങ്ങൾ കർത്താവ് അറിയുന്നില്ല, ആരും അറിയുന്നില്ല എന്ന് ചിന്തിച്ച് മനുഷ്യരെ മാത്രമാണ് നിങ്ങൾ ഭയപ്പെടുന്നെങ്കിൽ കർത്താവിൻ്റെ കണ്ണുകൾ ഇതാ സൂര്യൻ്റെ 10,000 മടങ്ങ്, സൂര്യനേക്കാളും 10,000 മടങ്ങ് പ്രകാശമുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം ദൈവം അറിയുന്നുണ്ട്. നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ പ്രതിസന്ധികൾ, നിങ്ങളുടെ എല്ലാം ദൈവം അറിയുന്നുണ്ട്. അവൻ്റെ കണ്ണുകൾക്ക് നമ്മളൊന്നും മറഞ്ഞിരിക്കുന്നില്ല എന്ന ബോധ്യം ഈ പ്രഭാതത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ അറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ ഈ പ്രഭാതം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നമ്മെല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.